ചെർപ്പുളശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് നവീകരണത്തിന്റെ ഭാഗമായി അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിന് നഗരസഭ വിശദ പദ്ധതി രേഖ തയ്യാറാക്കി. 40 സെന്റിൽ ആധുനിക സൗകര്യങ്ങളോടെയായിരിക്കും പുതിയ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം. 2025-26 വാർഷിക പദ്ധതിയിൽ പഴയ ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് 7 കോടി രൂപയാണ് നീക്കിവച്ചിട്ടുള്ളത്. പദ്ധതി നിർവഹണത്തിന് പ്രത്യേക ഫണ്ടുകളും വിനിയോഗിക്കും. ഹഡ്കോ പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പയെടുത്ത് പദ്ധതി നിർവഹണം നടത്തും. 3 നിലകളിലായുള്ള നിർദ്ദിഷ്ട കെട്ടിട സമുച്ചയത്തിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, വിശ്രമമുറി, ശൗചാലയം, കമ്മ്യൂണിറ്റി ഹാൾ, ലിഫ്റ്റ് സൗകര്യം എന്നിവ ലക്ഷ്യമിടുന്നു. മേൽക്കൂര മേഞ്ഞ ബസ് സ്റ്റാൻഡ് യാർഡും ക്ലോക്ക് ടവറും ഉണ്ടാകും. കഴിഞ്ഞ മാസം 5-ന് ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി യോഗത്തിലെ തീരുമാനപ്രകാരം റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് ചെർപ്പുളശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് സെന്ററിന്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് 6-ന് കത്ത് നൽകിയിരുന്നു. തുടർന്ന് ഷോപ്പിംഗ് കോംപ്ലക്സിലെ താഴത്തെ നിലയിൽ പ്രവർത്തിച്ചിരുന്ന വ്യാപാരികളോട് കടമുറികൾ ഒഴിയാൻ നഗരസഭ നോട്ടീസ് നൽകുകയും വ്യാപാരികൾ മുറികൾ ഒഴിഞ്ഞുകൊടുക്കുകയും ചെയ്തിട്ട് മാസങ്ങളായി. എന്നാൽ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ തന്നെയുള്ള ഒരു മെഡിക്കൽ സ്റ്റോർ ഉടമ കെട്ടിടത്തിന് ബലക്ഷയമില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചതിനെ തുടർന്നാണ് കെട്ടിടം പൊളിക്കാനുള്ള നടപടിക്രമങ്ങൾ തുടരാൻ തടസ്സം നേരിട്ടത്. പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ ഭാഗമായി ഹൈക്കോടതി വിധിക്ക് ശേഷം പഴയ ബസ് സ്റ്റാൻഡ് അടച്ചിടുന്നതോടെ പുത്തനാൽക്കൽ പരിസരത്തുള്ള നഗരസഭയുടെ ബസ് സ്റ്റാൻഡ് പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നാണ് നഗരസഭയുടെ പ്രതീക്ഷ. 2 വർഷം മുൻപാണ് പുത്തനാൽക്കൽ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം നടന്നത്. പ്രവേശന വഴിയിലുണ്ടായിരുന്ന കിണർ RTA അനുമതിക്ക് തടസ്സമായി. ഇതിനിടെ കിണർ പഴയ സ്ഥലമുടമ മണ്ണിട്ടു നികത്തി പ്രവേശന വഴിയുടെ തടസ്സം ഒഴിവാക്കിയിരിക്കുകയാണ്. CCN ചെർപ്പുളശ്ശേരി.